ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പൊതുവെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ്. ഈ പാകിസ്ഥാനിലേക്ക് അബ്ബാസ് അരക്ചി എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് രഹസ്യമായിട്ട് എത്താനുള്ള കാരണം എന്താണ്? അപ്പോൾ അത് പരസ്യമായപ്പോൾ രണ്ട് തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് അതിനെക്കുറിച്ച് പൊതുവിൽ ചർച്ചയാകുന്നത്. അപ്പോൾ അതിൽ ഒന്ന്, അബ്ബാസ് അരക്ചി പറഞ്ഞിരിക്കുന്നത് ഇത് ജനറലായിട്ട് റാൻഡമായിട്ടുള്ളൊരു വിസിറ്റാണ്. ഫോറിൻ മിനിസ്റ്റേഴ്സ്, അതായത് റാൻഡമായിട്ടുള്ള വിസിറ്റാണ്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ മുൻകൂട്ടി തീരുമാനിച്ചതനുസരിച്ചുള്ള ഒരു മീറ്റിംഗ് ആണ്. പാകിസ്ഥാനുമായിട്ട് ബൈലേറ്ററൽ എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച നടത്താൻ വേണ്ടിയിട്ടാണ് അബ്ബാസ് അരക്ചി പാകിസ്ഥാനിൽ എത്തിയത് എന്നാണ് ഇറാൻ്റെ സൈഡിൽ നിന്നുള്ള വ്യാഖ്യാനം. അബ്ബാസ് അരക്ചി തന്നെ ഡയറക്റ്റ് ആയിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ചോദ്യം നമ്പർ 1, ഇസ്ലാമാബാദിൽ വെച്ചിട്ട് ഒരു ചർച്ച നടക്കുമെന്നും ആ ചർച്ചയ്ക്ക് ഇറാൻ പങ്കെടുക്കില്ല എന്നുള്ള തരത്തിൽ പൊതുവിലൊരു കോൺസ്പിറസി നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഈ ബൈലേറ്ററൽ ചർച്ചയുടെ പ്രാധാന്യം എന്താണ്? ഇത് നമ്പർ 1 ചോദ്യം. രണ്ടാമത്, IRGC ആണെന്നുണ്ടെങ്കിൽ ശക്തമായ നിലപാട്, അതായത് ഞങ്ങൾ അമേരിക്കയുമായിട്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള നിലപാടെടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഈ ടൈം ചൂസ് ചെയ്ത് അബ്ബാസ് അരക്ചി പാകിസ്ഥാനിലെത്തിയത്? ഓൾറെഡി ഡയറക്റ്റ് നെഗോസിയേഷൻ ഇല്ല, ഇൻഡയറക്റ്റ് നെഗോസിയേഷൻ ആണ് നടത്തുന്നത് എന്നുള്ള തരത്തിലൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറാൻ്റെ പാർട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അബ്ബാസ് അരക്ചി പോയതാണോ എന്നുള്ള തരത്തിൽ പല വാർത്തകളും വരുന്നുണ്ട്. ഇതിനകത്ത് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് പിൻവാതിലിലൂടെ ചർച്ച നടത്താൻ വേണ്ടിയിട്ട് അബ്ബാസ് അരക്ചി എത്തിയതാണ്, അമേരിക്കയുമായിട്ട് ബാക്ക് ഡോർ നെഗോസിയേഷൻ വേണ്ടിയിട്ട് എത്തിയതാണെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അൽ ജസീറ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ പല മാധ്യമങ്ങളും ഇതിനെ ഇസ്ലാമാബാദ് ടോക്ക് എന്നുള്ള തരത്തിലാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ ഇറാൻ്റെ സൈഡിൽ നിന്നും അത്തരത്തിലുള്ള വ്യാഖ്യാനം വരുന്നില്ല. ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പൂർണ്ണമായിട്ടും പാകിസ്ഥാനുമായിട്ട് ഒരു ബൈലേറ്ററൽ ചർച്ചയ്ക്ക് വേണ്ടി പോയതാണെന്നാണ് ഇറാൻ്റെ സൈഡിൽ നിന്നുള്ള കൺഫർമേഷൻ. എനിവേ, അതെന്തോ ആയിക്കോട്ടെ, തീർച്ചയായിട്ടും ബൈലേറ്ററൽ ടോക്കിന് പോയാലും ഈ സാഹചര്യത്തിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരു മീഡിയേഷൻ വഹിക്കുന്ന രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിലെത്തുമ്പോൾ തീർച്ചയായിട്ടും അബ്ബാസ് അരക്ചി ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാവാനുള്ള സാധ്യത 100% നമുക്ക് തള്ളിക്കളയാനാവാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ബൈലേറ്ററിൽ മാത്രം ഒതുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. എനിവേ, അതൊരു സൈഡിൽ നിൽക്കട്ടെ. ഇറാനും ആവോളം അവരുടെ ഡിപ്ലോമസി ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് സ്ട്രാറ്റജിക് പോളിസികളാണ് അവർ കംപ്ലീറ്റ് കൊണ്ടു നടക്കുന്നത്. അല്ലാതെ അവർ അമേരിക്കയുമായിട്ട് യുദ്ധം ചെയ്ത് യുദ്ധത്തിലൂടെ വിജയം കൈവരിച്ചു എന്നുള്ള അവകാശവാദം ഇറാന് തന്നെ ഇല്ല. ഇറാൻ പറഞ്ഞിരിക്കുന്നത് അവരുടെ സ്ട്രാറ്റജിയാണ്, ശരിക്കും അവരുടെ സൈക്കോളജിക്കൽ ആസ്പെക്ട് വെച്ചിട്ടാണ് അവർ അമേരിക്കയും ഇസ്രായേലിനെയും നേരിടുന്നത് എന്നുള്ള വാദമാണ് ഇറാന് തന്നെയുള്ളത്. ഇറാനിൽ നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഈ വെക്കുന്ന സ്റ്റേറ്റ്മെന്റ് കണ്ടോളൂ. ഇവിടെ ഗാലിബാഫ് ഈ ചർച്ചയ്ക്ക് പോകണ്ട എന്നുള്ള തീരുമാനം എടുക്കുകയും ഈ ചർച്ചയിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നുള്ള തീരുമാനം ഗാലിബാഫ് എടുത്തതായിട്ടാണ് പറയുന്നത്. അതായത് ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ഗാലിബാഫ് ഈ ചർച്ചയ്ക്ക് പോകണ്ട എന്നുള്ള തീരുമാനം എടുത്തതായിട്ടാണ് പറയുന്നത്. കാരണം ഈ മുഹമ്മദ് ഗാലിബാഫ് ശരിക്കും തീവ്ര നിലപാട് IRGCയുടെ പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് ഈ ഗാലിബാഫ്. അപ്പോൾ അതുകൊണ്ട് ഈ ഗാലിബാഫ് ഇപ്പം ചർച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ IRGCക്കുള്ളിൽ പ്രാധാന്യം നഷ്ടപ്പെടും എന്ന് കരുതിക്കൊണ്ട് പുള്ളിക്കാരൻ ഈ ചർച്ചയെ ബഹിഷ്കരിക്കാനാണ് തീരുമാനിച്ചത്. അതുകൊണ്ടാണ് ചർച്ചയ്ക്ക് വരാത്തത് എന്നുള്ള വാർത്തയും ഇപ്പോൾ വരുന്നുണ്ട്. കാരണം IRGCക്കുള്ളിൽ തന്നെ നല്ല തർക്കം നിലനിൽക്കുന്നുണ്ട്. ആരാണ് അടുത്ത നേതാവ് എന്നുള്ള രീതിയിലുള്ള തർക്കങ്ങളാണ് അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നല്ല രീതിയിൽ ചർച്ചയാവുന്നുണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ടാണ് ഗാലിബാഫ് പോലത്തെ ആൾക്കാരൊക്കെ ചർച്ചയ്ക്ക് വരാത്തത്. ഈ ഗാലിബാഫ് ആദ്യത്തെ ചർച്ചയ്ക്ക് വന്നയാളാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലാണ് അവിടെ കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ അതുകൊണ്ട് ഇറാൻ്റെ ലീഡർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് തർക്കം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് അബ്ബാസ് അരക്ചിയുടെ പാകിസ്ഥാൻ വിസിറ്റ് ചർച്ചയാകുന്നത്. ലെബനാന്റെ മേളിൽ 3 ആഴ്ചയ്ക്കുള്ള സീസ് ഫയർ പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ പുല്ലുപോലെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഹിസ്ബുള്ളയും ഇസ്രായേലും മാറി മാറി ആക്രമണങ്ങൾ നടത്തുകയാണ്. ഇസ്രായേൽ ലെബനന്റെ ഉള്ളിൽ 5 സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്, 5 സ്പോട്ടുകളിൽ. അതുപോലെ ഹിസ്ബുള്ള ഇസ്രായേലിലേക്കും റോക്കറ്റ് അതേപോലെ തന്നെ ഡ്രോൺ ആക്രമണങ്ങളും നടത്തുന്നുണ്ട്. തുടരെ ആക്രമണങ്ങൾ നടക്കുകയാണ്. ജോസഫ് ആവോൻ എന്ന് പറഞ്ഞ ലെബനന്റെ പ്രസിഡന്റുമായിട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ സംസാരിച്ചിട്ട് വൈറ്റ് ഹൗസിലേക്ക് ഒരു ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. പക്ഷേ പുള്ളിക്കാരൻ ഇമ്മാനുവൽ മാക്രോണുമായിട്ട് ചേർന്ന് പോകാനാണ് പുള്ളിക്കാരൻ്റെ തീരുമാനം. അത് ട്രംപ് ഭരണകൂടം അനുവദിച്ചു കൊടുക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ട്രംപിന് ഓൾറെഡി തന്നെ മാക്രോണെ അത്ര താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ജോസഫ് ആവോൻ ലെബനനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, അതായത് ലെബനനിലെ ഒരു സംഘം ആൾക്കാരുമായിട്ട് വേണമെങ്കിൽ ജോസഫ് ആവോന് അമേരിക്കയിലെത്താം. അല്ലാതെ മറ്റുള്ള രാജ്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് യൂറോപ്പ് മേഖലയിൽ കിടക്കുന്ന രാജ്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് വൈറ്റ് ഹൗസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. സെലൻസ്കി ആദ്യം പോയിട്ട് മടങ്ങി വന്നില്ലേ, അതേ അവസ്ഥയായിരിക്കും. അതിനൊരു സൂചനയായിട്ട്
നെതന്യാഹുവിന് ഒരു പെർമിഷൻ കൂടി കൊടുത്തിട്ടുണ്ടെന്ന് ട്രംപ് പറയുന്നുണ്ട്. അതായത് ഇസ്രായേൽ അവർക്ക് വേണ്ട രീതിയിൽ ഡിഫെൻഡ് ചെയ്യാനുള്ള പെർമിഷൻ അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ അതായത് ഈ 3 ആഴ്ച അവർ നോക്കിയും കണ്ടും വളരെ കെയർഫുൾ ആയിട്ടുള്ള ആക്രമണങ്ങൾ മാത്രമേ നടത്തുകയുള്ളൂ, അതിനുള്ള പെർമിഷൻ ഞാൻ ഇസ്രായേലിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു മുൻകൂർ ജാമ്യം കൂടി ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇറ്റ് മീൻസ് ഇസ്രായേലിന് അറ്റാക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്, എന്നാൽ പിന്നെ 3 ആഴ്ചത്തെ സീസ് ഫയർ. അത് മനസ്സിലാകുന്നില്ല. ആ രണ്ട് വിഷയങ്ങളും തമ്മിലുള്ള പൊരുത്തക്കേട് വളരെ വലുതാണ്. ഈ വാർത്ത കേൾക്കുന്ന ആൾക്കാർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഇസ്രായേലിന് മെഷേർഡ് ആയിട്ടുള്ള, വളരെ കെയർഫുൾ ആയിട്ടുള്ള, ഇസ്രായേലിനെ ഡിഫെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള അറ്റാക്കുകൾ നടത്താൻ പെർമിഷൻ കൊടുത്തിട്ടുണ്ടത്രേ. പിന്നെ എന്താണ് ഈ 3 ആഴ്ചത്തെ സീസ് ഫയർ? അവിടെ ഒരു ചോദ്യം ബാക്കിയാവുകയാണ്. ഇനി അതിൻ്റെ എക്സ്പ്ലനേഷൻ ട്രംപ് തന്നെ തരേണ്ടി വരും. വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണത്. പിന്നെ ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഇസ്രായേലിൻ്റെ നിലപാട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലെബനൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഒരു സീസ് ഫയർ നടപ്പിലായിട്ടില്ല, അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സീസ് ഫയർ നടപ്പിലായിട്ടുണ്ട്. അതെവിടെയാണെന്ന് വെച്ചാൽ വൈറ്റ് ഹൗസിൽ മാത്രം സീസ് ഫയറുകൾ, പലതരത്തിലുള്ള സീസ് ഫയറുകൾ വൈറ്റ് ഹൗസിൽ നടപ്പിലാകുന്നുണ്ട്. ഇനി ട്രംപ് ഈ 3 ആഴ്ച ഇറാനും കൂടി നീട്ടിക്കൊടുത്ത ടൈമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാൻ എന്ന് പറഞ്ഞ് സ്പെസിഫിക് ആയിട്ട് അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ 3 ആഴ്ച ട്രംപ് ഒരു ഫ്ലെക്സിബിലിറ്റി ടൈമായിട്ടാണ് എടുക്കുന്നത്. പക്ഷേ പലർക്കും മനസ്സിലാവാത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകിച്ച് ഈ റെഡ് സീ, മെഡിറ്ററേനിയൻ, അതുപോലെ തന്നെ അറേബ്യൻ്റെ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ 36ഓളം കപ്പലുകൾ ഇൻക്ലൂഡിങ് 3 എയർക്രാഫ്റ്റ് കാരിയർ ഉൾപ്പെടെ ഈ പ്രദേശങ്ങളിൽ തമ്പടിച്ച് കിടപ്പുണ്ട്. 36 വാർഷിപ്പുകൾ. കഴിഞ്ഞ 40 ദിവസത്തെ യുദ്ധത്തിൻ്റെ സമയത്ത് പോലും ഇത്രത്തോളം കപ്പലുകൾ അവിടെ വിന്യസിച്ചിട്ടില്ലായിരുന്നു അമേരിക്ക. പക്ഷെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കപ്പലുകൾ അവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഏതാണ്ട് 12ഓളം കപ്പലുകൾ കൃത്യമായിട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൻ്റെ അടുത്ത് തന്നെയുണ്ട്. 12 ഡിസ്ട്രോയേഴ്സ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ വെക്കുന്ന മാപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇസ്രായേലിൻ്റെ തൊട്ടടുത്ത് മെഡിറ്ററേനിയനിലും അമേരിക്കയുടെ ഡിസ്ട്രോയേഴ്സും വാർഷിപ്പും ഉണ്ട്. അതുപോലെ തന്നെ റെഡ് സീയുടെ ബാബൽ മന്ദേബ് എന്ന് പറഞ്ഞ സ്ഥലത്ത് 3 ഡിസ്ട്രോയർ ഷിപ്പുകളുണ്ട്. അവിടെ ജോർജ് ഡബ്ല്യു ബുഷും അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ അതായത് 2 ദിവസങ്ങൾക്ക് മുമ്പ് സൊമാലിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ബാബൽ മന്ദേബിനെ ക്ലോസ് ചെയ്യും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ബാബൽ മന്ദേബ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സൗദി അറേബ്യ ഇപ്പം യാൻബു പൈപ്പ് ലൈൻ വഴി റെഡ് സീയിലൂടെ വിറ്റുകൊണ്ടിരിക്കുന്ന എണ്ണയുണ്ടല്ലോ, അത് തടസ്സപ്പെടും. അതുപോലെ സൂയസ് കനാൽ വഴി വന്നുകൊണ്ടിരിക്കുന്ന ചരക്ക് ഗതാഗതം മൊത്തത്തിൽ തടസ്സപ്പെടും. അപ്പോൾ ഇവിടെയൊക്കെ ഇന്ത്യൻ കപ്പലുകളും ഇവിടെ എണ്ണയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ കൃത്യമായിട്ടൊരു ചെക്ക്മേറ്റ് വെക്കാനാണ് അമേരിക്ക അവിടെ 3 കപ്പലുകളെ അവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. ഹൂത്തികളുടെ പ്രഷർ അവിടെ തടയാൻ പറ്റും, അതേപോലെ തന്നെ ഈ സൊമാലിയക്കാരെയും അവിടെ തടയാൻ പറ്റും എന്നുള്ള രീതിയിലാണ് അവിടെ തമ്പടിച്ചിരിക്കുന്ന അമേരിക്ക. അപ്പോൾ കൃത്യമായിട്ടുള്ള ചെക്ക് പോയിന്റുകൾ മോണിറ്റർ ചെയ്തുകൊണ്ട് 36ഓളം ഷിപ്പുകളെ ആ ഏരിയയിൽ മാത്രം ഡിപ്ലോയ് ചെയ്തിരിക്കുകയാണ് അമേരിക്ക. ഇനി അമേരിക്ക വളരെ കൃത്യമായിട്ട് 2-3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിലൊന്ന്, ഇത് കോൺസ്പിറസി അല്ല, ശരിക്കും പറഞ്ഞാൽ ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് അമേരിക്കൻ ആർമി ഫോളോ ചെയ്യുന്ന ചില രീതികളാണ്. 3 ആഴ്ചത്തെ സീസ് ഫയർ കൊടുക്കുമ്പോൾ ഇറാനിന്, ഓപ്പോണന്റിന് കൃത്യമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡ് ആവും. ഈ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അമേരിക്ക ആക്രമണം നടത്താൻ പോകുന്നില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ പുതിയ ലീഡേഴ്സിനെയൊക്കെ നമ്മൾ വിളിച്ചു വരുത്താം, പുതിയ മീറ്റിംഗ് സംഘടിപ്പിക്കാം. അപ്പോൾ പുതിയ ഇറാൻ്റെ ലീഡർഷിപ്പ് ആരാണെന്നുള്ളത് കൃത്യമായിട്ട് വിലയിരുത്താൻ പറ്റും. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ വളരെ കണ്ണിങ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇസ്രായേലിന് ഇപ്പം അറിയേണ്ടതെന്ന് വെച്ചാൽ പുതിയ ലീഡർഷിപ്പ് ആരാണ്, ഇതാണ് ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവേണ്ടത്. അപ്പോൾ അതായത് ഇറാൻ്റെ ഉള്ളിൽ മൽപ്പിടുത്തം പിടിച്ച IRGCയിൽ ഞാനാണ് അടുത്ത രാജാവ്, ഇല്ലെങ്കിൽ നീയാണ് അടുത്ത രാജാവ് എന്നുള്ള രീതിയിൽ മത്സരിച്ച് അവർ കസേരകളിൽ നടത്തുന്നുവെങ്കിൽ, കേരളത്തിലും ഒരു സൈഡിൽ ഇപ്പോൾ കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള കളികൾ പലതരത്തിൽ നടക്കുന്നുണ്ട്. എനിവേ, അതൊരു സൈഡിൽ നടക്കട്ടെ. അതിനേക്കാളും വലിയ കളികളാണ് ഇറാൻ്റെ ഉള്ളിൽ കസേരയ്ക്ക് വേണ്ടി അടിപിടി കൂടുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ കസേരയിലിരിക്കുന്ന ആൾക്ക് ലൈഫ് ത്രെട്ട് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ അതില്ല, പക്ഷേ ഇറാനിൽ അതുണ്ട്, ലൈഫ് ത്രെട്ട് ഉണ്ട്. ആ ലൈഫ് ത്രെട്ട് എന്ന് പറഞ്ഞാൽ ചില്ലറ ലൈഫ് ത്രെട്ട് അല്ല. മൊസാദ് കൃത്യമായിട്ട് ഇത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവർ അടുത്ത മീറ്റിംഗ് എവിടെ കൂടും. ഇപ്പം 3 ആഴ്ചത്തേക്ക് സീസ് ഫയർ എന്ന് പറഞ്ഞാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സീസ് ഫയർ ഒന്നുമില്ല. ഇവർ എവിടെയെങ്കിലൊക്കെ ഒരു മീറ്റിംഗ് ഒത്തുകൂടി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇസ്രായേൽ അവിടെ പൊട്ടിക്കും. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് ലെവൽ ലീഡേഴ്സിനെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ടാക്ടിക്സ് കൂടി ആവാം ഈ റിലാക്സേഷൻ പീരിയഡ്. കാരണം മുൻനിരയിലുള്ള IRGCയിലെ ടോപ്പ് മോസ്റ്റ് ലീഡേഴ്സിനെ എല്ലാം തന്നെ വൈപ്പ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത നിരയിലുള്ള ലീഡേഴ്സ് ആരാണ്? കാരണം ഇപ്പോഴും ഇറാൻ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്, വഴങ്ങുന്നില്ല. അപ്പോൾ അതായത് ആ വഴങ്ങുന്ന അവസ്ഥയിൽ എത്തുന്നത് വരെയുള്ള ലീഡേഴ്സിനെ അടിക്കും. അതാണ് ഇപ്പം നിലവിലെ പദ്ധതി. ആ പ്രോഗ്രാം കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രേക്ക് ഒക്കെ കൊടുത്തിരിക്കുന്നത്. അമേരിക്ക ഇതേപോലെ ശരിക്കും UK ബേസിൽ കൊണ്ട് B1 B2 സ്ട്രാറ്റജിക് ബോംബേഴ്സ് എല്ലാം തന്നെ അവിടെയാണ് കൃത്യമായിട്ട് ഹാങ്കർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ തുടർന്ന് പീറ്റർ ഹെക്സത്ത് ഇന്നലെ റിപ്പോർട്ടിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിങ്ങിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അതായത് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, അമേരിക്ക എത്രമാത്രം സക്സസ്ഫുൾ ആയിട്ടാണ് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്,
അപ്പം ഈ മേഖലകളെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പീറ്റർ ഹെഗ്സെത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇറാൻ 2 ഷിപ്പുകളെ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. അത് രണ്ടും തന്നെ അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ ബന്ധമുള്ള ഷിപ്പുകളല്ല. അതൊക്കെ തന്നെ ഏഷ്യൻ രാജ്യങ്ങളുമായിട്ട് ബന്ധമുള്ള ഷിപ്പുകളാണ്. ആ ഷിപ്പുകൾക്കും ഞങ്ങൾക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പൊ ഇറാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങളുടെ ഷിപ്പുകൾ അല്ലാഞ്ഞിട്ട് കൂടി അമേരിക്കയാണ് ഇതിനകത്ത് ഇടപെടുന്നത് എന്നും കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അമേരിക്ക ചെയ്യുന്ന പ്രവൃത്തി ഗ്ലോബൽ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് ഈ വിഷയത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പീറ്റർ ഹെഗ്സെത്ത് പറയുന്നത്. അതുപോലെ തന്നെ വൺ മോർ പോയിന്റ് ഇതിനകത്ത് പുള്ളിക്കാരൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇന്റർനാഷണൽ വാട്ടർ സോണാണ് ശരിക്കും സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർനാഷണൽ വാട്ടർ സോണിൽ എന്ത് അധികാരത്തിന്റെ ബലത്തിലാണ് ഇറാൻ അവിടെ മൈനുകൾ വിതറുന്നത്? അപ്പം ഇത് ഏത് തരത്തിലാണ് ഇതിനെ ന്യായീകരിക്കാൻ കഴിയുക? ഓക്കെ, ഞങ്ങൾ കപ്പലുകളെ തടയുന്നുണ്ട്. ആക്രമണം തുടങ്ങിയത്, കപ്പലുകളെ അറ്റാക്ക് ചെയ്ത് തുടങ്ങിയതാരാണ്? ഇറാനാണ്. ഇറാൻ 3 കപ്പലുകളിൽ ഒരു കപ്പലിനെ അറ്റാക്ക് ചെയ്ത് അതിനെ കത്തിച്ചു കളഞ്ഞു. 2 കപ്പലുകളെ സീസ് ചെയ്ത് കൊണ്ടുപോയി. പല രാജ്യങ്ങൾക്കും പെർമിഷൻ കൊടുത്തിട്ട്, ഫോർ എക്സാമ്പിൾ ഇന്ത്യ പോലത്തെ രാജ്യങ്ങൾക്കൊക്കെ പെർമിഷൻ കൊടുത്തിട്ട് ആ പെർമിഷന്റെ ബലത്തിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ക്രോസ് ചെയ്യുന്ന സമയത്ത് കപ്പലുകൾക്കെതിരെ വെടിയുതിർക്കുക. ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ, ഇത്തരത്തിലുള്ള വയലേഷനൊക്കെ ചെയ്യുന്ന ആരാണ്? ഇറാനാണ്. ഇനി ഇറാൻ UN റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ അമേരിക്ക ഉണ്ടാക്കിയിരിക്കുന്ന ബ്ലോക്കേഡ് അത് വളരെ വലുതാണ്, ഞങ്ങളെ അത് വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഞങ്ങളുടെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലേക്ക്, ലൈഫ് സേവിങ് മെഡിസിൻസ്, അതേപോലത്തെ പല വിഷയങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരുടെ ഡേ ടു ഡേ കമോഡിറ്റി, അതേപോലെ തന്നെ അവരുടെ റീറ്റെയിൽ ഷോപ്പുകൾക്ക് വരേണ്ട സ്റ്റോക്കുകൾ, അതേപോലെ അവരുടെ ഫുഡ് സപ്ലൈ ചെയിൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് UN റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇറാൻ. അപ്പൊ കൃത്യമായിട്ട് അവരെ അഫക്റ്റ് ചെയ്യുന്ന വിഷയങ്ങൾ തന്നെയാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അവിടെ ഒരു വിഷയമുണ്ട്. അവർ പറയുന്നത് അമേരിക്ക ഈ തടസ്സം സൃഷ്ടിക്കുന്നത് ശരിയല്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ ആദ്യമായിട്ട് തടസ്സം സൃഷ്ടിച്ചത് ആരാണ്? ഇറാനാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഓക്കെ, യുദ്ധമാണ്, അതെല്ലാം ഓക്കെയാണ്. പക്ഷെ അതിന് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ ഒരു ആയുധമായിട്ട് എടുത്ത് ഉപയോഗിച്ചത് ഇറാനാണ്. അതായത് അതൊരു ഇന്റർനാഷണൽ വാട്ടർ സോൺ ആണെന്നുള്ള റെസ്പെക്ട് ഇറാൻ കാണിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അതുകൊണ്ട് ഇറാൻ ഉന്നയിച്ച ഈ പരാതി ഉണ്ടല്ലോ, UN ഉന്നയിച്ച പരാതി, അതിന് 0 വാല്യൂ ആണ്. അതിന് 0 വാല്യൂ വെച്ചാൽ കംപ്ലീറ്റ്ലി 0 വാല്യൂ. കാരണം എന്താ വെച്ചാൽ ഇതേ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ആദ്യം തടഞ്ഞത് ഇറാനാണ്. അമേരിക്ക ഇപ്പൊ തടഞ്ഞപ്പോഴാണ് വീണ്ടും ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നത്, അത് തുറക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അത് ഇറാന് വേണ്ടി മാത്രം തുറന്നാൽ മതിയോ? കാരണം ഇറാനാണ് മറ്റുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾ അതിലേക്ക് കടന്നു പോകണ്ട എന്നുള്ള രീതിയിലുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പൊ അതായത് ഇവർ തടഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല, അതേസമയം അമേരിക്ക തടഞ്ഞാൽ പ്രശ്നം. അങ്ങനെ ഒരു വിരോധാഭാസം ഇതിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ UN പോയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആഗോളതലത്തിൽ തന്നെ അത് ചിന്തിച്ച് നോക്കുമ്പോൾ ഇറാൻ പറയുന്നതും ഇറാന്റെ പ്രവൃത്തിയും മണ്ടത്തരമാണ്. കാരണം ഇവർ ചെയ്ത പ്രവൃത്തിയാണ് ഇപ്പൊ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് മറ്റുള്ളവർ വന്നിട്ട് നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ തടയുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാകുന്നോ ഇതേ ബുദ്ധിമുട്ട് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ അതായത് അതായത് ഇറാൻ യുറേനിയം എൻറിച്ച്മെന്റ് നടത്തുവോ നടത്താതിരിക്കുവോ, നിങ്ങൾ ആണവായുധം നിർമ്മിക്കുവോ നിർമ്മിക്കാതിരിക്കുവോ, ഇതൊന്നും മറ്റുള്ള ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. മറ്റുള്ള ഏഷ്യൻ കൺട്രീസിലേക്ക് ഷിപ്മെന്റുകൾ ഇവിടുന്ന് പോവേണ്ടതുണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ഇവിടുന്ന് ഷിപ്മെന്റ് പോകേണ്ടതുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇവിടുന്ന് ഷിപ്മെന്റ് പോകേണ്ടതുണ്ട്. അത് എണ്ണയായിക്കോട്ടെ, ചരക്ക് ഗതാഗതമായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അത് തടയാനുള്ള അവകാശം നിങ്ങൾക്കാരാണ് തന്നത്? നിങ്ങളുടെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം യുറേനിയം ആണെന്നുണ്ടെങ്കിൽ, എൻറിച്ച്മെന്റ് ആണെന്നുണ്ടെങ്കിൽ, അണുവായുധം നിർമ്മിക്കുക എന്നുള്ള വിഷയമാണെന്നുണ്ടെങ്കിൽ ആ തർക്കം നിങ്ങൾ തീർക്കേണ്ടതും പരിഹരിക്കേണ്ടതും നിങ്ങളുടെ എതിരാളിയോടാണ്. അതിന് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുടെ ചരക്ക് ഗതാഗതങ്ങൾ തടഞ്ഞുകൊണ്ടാവരുത്. അത് തടഞ്ഞുകൊണ്ട് നിങ്ങൾ കാണിച്ച റൗഡീസം, ആ റൗഡീസം തിരിച്ച് ഇറാന്റെ അടുത്ത് അമേരിക്ക കാണിച്ചപ്പോഴാണ് കൃത്യമായിട്ട് ഇറാന് പിടികിട്ടിയത് സംഗതി. അപ്പൊ നിങ്ങൾ UN പറയുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇനി അഥവാ ഇസ്രായേലോ അമേരിക്കയോ ഇറാന്റെ മേളിൽ ആക്രമണം നടത്തുന്നു എങ്കിൽ ഞങ്ങൾ സ്ട്രേറ്റ് ഓഫ് ഹോർമോസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടില്ല എന്നും കൂടി ഇവർ എഴുതി കൊടുക്കേണ്ടതായിരുന്നു ഒരു ക്ലോസ്. യുദ്ധം നടന്നാലും സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ യുദ്ധവുമായിട്ട് ബന്ധപ്പെടുത്തി അവർ കൊണ്ടുവരില്ല എന്നുള്ളൊരു ഉറപ്പ് ഇറാൻ കൊടുത്തു കഴിഞ്ഞാൽ എന്നുള്ളൊരു ഉറപ്പ് അവർ തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇറാന്റെ ഷിപ്മെന്റുകളെ തടയേണ്ടതില്ല എന്നുള്ള തീരുമാനം ന്യായമായിട്ട് അമേരിക്കയ്ക്ക് എടുക്കാൻ പറ്റും. അല്ലാത്ത പക്ഷം ഇതേ നിലപാടിൽ തന്നെ അമേരിക്ക തുടരും. അതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. മറ്റുള്ളവർ എന്ത് കമന്റ് പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ. കാരണം ഇറാൻ ഇത് ചെയ്തിട്ടുണ്ട്, ഇറാനാണ് ഇത് കാണിച്ചു കൊടുത്തത്. ഇന്റർനാഷണൽ വാട്ടർ സോണാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ്. അവിടെ എങ്ങനെയാണ് നിങ്ങൾ മൈനുകൾ വിതറുക? അത് എന്തുമാത്രം ചെറ്റത്തരമാണിത്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. എന്നിട്ട് ചർച്ചയിൽ വന്നിരുന്ന് പറയുന്നത് ഈ മൈനുകൾ എവിടെയാണെന്ന് പോലും ഞങ്ങൾക്ക് ഓർമ്മയില്ല എന്നാണ് പറയുന്നത്. അമേരിക്ക ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മിനിമം 6 മാസം വേണ്ടി വരും. കാരണം 2500 മുതൽ 6000 മൈനുകൾ വരെ ഇറാൻ അവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അമേരിക്കയുടെ കണ്ടെത്തൽ. അപ്പൊ അവരതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 6 മാസം തലങ്ങും വിലങ്ങും തെരച്ചിൽ നടത്തിയാൽ മാത്രമേ ഈ മൈനുകളെ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് അമേരിക്കയുടെ
സ്റ്റേറ്റ്മെൻറ്റ്. ഇതൊക്കെ പ്രശ്നങ്ങളാണെന്നേ. ഇന്റർനാഷണൽ വാട്ടർ സോണിൽ ഇവന്മാർ കൊണ്ട് മൈൻ ഇടാൻ ഇവന്മാരെടുത്ത് ആരാണ് പറഞ്ഞത്? ഇപ്പോഴത്തേക്കും അതുപോലെ UN റിപ്പോർട്ട് ചെയ്തപ്പോൾ ഈ അമേരിക്ക ടോസ്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കപ്പലിനെ, ചൈനയിൽ നിന്നും ഇറാനിലേക്ക് പുറപ്പെട്ട ഒരു കപ്പലിനെ പിടിച്ചെടുത്തായിരുന്നല്ലോ, അമേരിക്ക പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ കപ്പലെ പിടിച്ചെടുത്തതിൽ ഇറാന് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളത് ഞാൻ 2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കപ്പലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇറാന് വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത്. കാരണം മിസൈലുകൾ അയക്കാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ടിങ് സ്റ്റഫാണ് അതിൻ്റെ ഉള്ളിലുള്ളത്, കെമിക്കൽ. അപ്പോൾ അതായത് അമേരിക്കയോ ഇസ്രായേലോ ഒരു യുദ്ധം നടത്തി കഴിഞ്ഞാൽ ഈ കപ്പലിൽ വെച്ചിരിക്കുന്ന ഈ കെമിക്കലിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് UN റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ കപ്പലിൻ്റെ പേരെടുത്ത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഈ കപ്പലിലുള്ളത് മെഡിസിൻ ഐറ്റം ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ മെഡിസിൻ ഐറ്റം എത്രയും വേഗം ഞങ്ങൾക്ക് വിട്ടുതരാൻ വേണ്ടിയിട്ട് ഈ കപ്പൽ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്ക എടുത്ത് പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്ക അത് കൊടുക്കില്ല, അത് ഒരിക്കലും കൊടുക്കണം. ചൈനയിൽ നിന്ന് വന്ന കപ്പലാണിത്. ആ കപ്പലിനെ കുറിച്ചുള്ള വേവലാതിയിലാണ് ഇറാൻ ഇപ്പോൾ. അപ്പം ഇനി ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും എന്നുള്ള തിരിച്ചറിവിൽ രഹസ്യമായിട്ട് ജസ്റ്റ് ഒന്ന് സംസാരിച്ച് മയപ്പെടുത്താൻ വേണ്ടിയിട്ട് അബ്ബാസ് അരക്ചിയെ ഇറാൻ തന്നെ രഹസ്യമായിട്ട് പാകിസ്ഥാനിലേക്ക് അയച്ചു വെച്ചതാണോ എന്നുള്ള തരത്തിലും വാർത്തകൾ വരുന്നുണ്ട്. ഇല്ലാതില്ല, പക്ഷേ അത് ഒഫീഷ്യലി കൺഫേം ചെയ്യപ്പെട്ടിട്ടില്ല. കാരണം അബ്ബാസ് അരക്ചി പറഞ്ഞിരിക്കുന്നുണ്ട്, ഞങ്ങൾ ബൈലേറ്ററൽ എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്താൻ വന്നതാണ് പാകിസ്ഥാനിലേക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഒരു ടൈമിൽ ബൈലേറ്ററൽ ചർച്ച, അത് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിപ്പോയി. എനിവേ നോക്കാം. അതുപോലെ പീറ്റർ ഹെഗ്സത്തെ യൂറോപ്യൻ രാജ്യങ്ങളെ വിമർശിച്ചിട്ടുണ്ട്. അവർ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഫോഴ്സ്ഫുള്ളി ഓപ്പൺ ചെയ്യിപ്പിക്കാൻ വരുമെന്ന് പറഞ്ഞു. എവിടെയാണ്? അവരൊക്കെ ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പറയുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് അവർ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലുപരിയായിട്ട് മലേഷ്യ, ഈ യൂറോപ്യൻ രാജ്യങ്ങൾ 40 രാജ്യങ്ങളെ വിളിച്ചു കൂട്ടിയില്ലേ, ഈ 40 രാജ്യങ്ങളിൽ മലേഷ്യ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ പ്രശ്നം ഇറാനുമായിട്ട് സെപ്പറേറ്റ് സംസാരിച്ച് തീർത്തോളാം എന്നുള്ളതാണ് മലേഷ്യയുടെ നിലപാട്. രണ്ടാമത് ഇന്തോനേഷ്യ, അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്കിപ്പോൾ നിങ്ങൾ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ക്ലോസ് ചെയ്തിട്ടാലും ഓപ്പൺ ചെയ്തിട്ടാലും വലിയ പ്രശ്നമൊന്നുമില്ല, ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല, അതുകൊണ്ട് ഞങ്ങൾ ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഇന്തോനേഷ്യയുടെ നിലപാട്, പ്രഭു സുബിയാന്തോയുടെ നിലപാട്. ഇതൊക്കെയാണ് മറ്റു പല രാജ്യങ്ങളും എടുത്തിരിക്കുന്ന നിലപാട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് യൂറോപ്പ് വിചാരിച്ചതുപോലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. യൂറോപ്പ് വലിയ ശക്തരാണല്ലോ, അവർക്ക് സെപ്പറേറ്റ് പോകാന്നേ ഉള്ളൂ, പക്ഷെ അവരൊന്നിനും തയ്യാറല്ല എന്നുള്ളതാണ്. സ്പെയിൻ്റെ പെഡ്രോ സാൻഡ്രസ്, പുള്ളിക്കാരൻ അമേരിക്കക്കെതിരെ ഇസ്രായേലിനെതിരെ ആഞ്ഞടിക്കുന്ന ആ ഒരു സ്വഭാവ ശൈലി തന്നെയാണ് ആദ്യം മുതലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ നാറ്റോയിൽ നിന്നൊരു ഭീഷണി, സ്പെയിനെ നാറ്റോയിൽ നിന്ന് പുറത്താക്കുമെന്നുള്ളൊരു ഭീഷണിയാണ് നിലവിൽ നാറ്റോ രാജ്യങ്ങൾ സ്പെയിനെതിരെ പറഞ്ഞിരിക്കുന്നത്. അതിന് പെഡ്രോ സാൻഡ്രസ് മറുപടി പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 5 എന്താണ് പറയുന്നത്? ഞാൻ യൂറോപ്യൻ യൂണിയനിലും അതേപോലെ തന്നെ നാറ്റോ രാജ്യങ്ങളുടെ ഇടയിലും ഞാൻ മെമ്പർ ആയപ്പോഴത്തേക്കും അതിൻ്റെ പ്രോട്ടോകോൾ വളരെ കൃത്യമായിട്ട് ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണോ നമ്മളുടെ നിയമം അതാണ് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറിച്ച് നിങ്ങളുടെ തീരുമാനം എന്താണെന്നുള്ളത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല. വെദർ നിങ്ങൾ നാറ്റോയിൽ എന്നെ ഉൾപ്പെടുത്തൂ അല്ലെങ്കിൽ നാറ്റോയിൽ നിന്നും എന്നെ പുറത്താക്കൂ, ഐ ഡോണ്ട് കെയർ, ഞാൻ എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കും എന്നുള്ള രീതിയിൽ സ്പെയിൻ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 5 പ്രകാരം ശരിക്കും ഇങ്ങനെ അതിക്രമിച്ച് ആക്രമണം നടത്തുന്ന ആൾക്കാർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തേണ്ടതാണ്. അതായത് ഇസ്രായേലിനെതിരെ ഉപരോധം കൊണ്ടുവരേണ്ടതാണ്. അപ്പം ഇസ്രായേലിനെതിരെ ഇതുവരെ എന്തുകൊണ്ട് നാറ്റോയിൽ ഉപരോധം ഏർപ്പെടുത്തുന്നില്ല നിങ്ങൾ എന്നുള്ള ചോദ്യവും പെഡ്രോ സാൻഡ്രസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അമേരിക്കക്കെതിരെയും ഉപരോധം കൊണ്ടുവരണ്ടേ? അമേരിക്ക നാറ്റോയുടെ ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. ഇപ്പോൾ പെഡ്രോ സാൻഡ്രസ് വളരെ ശക്തമായിട്ട് തന്നെ ലെഫ്റ്റിസ്റ്റ് ആ ചേരിയിൽ നിലനിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ഫ്രീ പാലസ്തീൻ, ഇറാൻ, ഗാസ, ലെബനാൻ, ഈ രാജ്യങ്ങളുമായിട്ട് ചേർന്ന് നിലപാടെടുക്കാനാണ് പെഡ്രോ സാൻഡ്രസിന് താല്പര്യം. അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. വളരെ ബോൾഡായിട്ട് തന്നെ പുള്ളിക്കാരൻ്റെ നിലപാട് തുറന്നു പറയുന്നുണ്ട്. UAE ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. UAE പറഞ്ഞിരിക്കുന്നത് ഇറാനുമായിട്ടുള്ള കംപ്ലീറ്റ് ട്രസ്റ്റും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇറാൻ UAE തമ്മിൽ വളരെ ഊഷ്മളമായ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു ഒരു സമയത്ത്. അത് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പം എത്തിപ്പെട്ടിരിക്കുന്നത്. ഇനി ഒരിക്കലും അത് തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് UAEക്ക് തന്നെ പ്രതീക്ഷയില്ല എന്നുള്ള തരത്തിലാണ് UAE സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.